പറഞ്ഞ കാര്യം നല്ലത് തന്നെയാ, അതില് സംശയമൊന്നുമില്ല. പക്ഷേ സിറ്റിയിൽ ജോലിക്ക് പോകാന്ന് പറഞ്ഞാല് അത് വേണ്ട. എന്ത് ഗുണമുണ്ടെന്ന് പറഞ്ഞാലും അത് വേണ്ട. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ അമ്മേ? ഞാൻ സാറിന് വാക്ക് കൊടുത്തിട്ടാ വന്നത്. സാർ എനിക്ക് വേണ്ടി അത്ര കഷ്ടപ്പെട്ട് തരപ്പെടുത്തി തന്ന ജോലിയാ അത്. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് നീ ഇവിടുന്ന് എവിടെ പോകുന്നത് ഇഷ്ടമല്ല. അമ്മേ, ആരോടാണെന്ന് വെച്ചാ നീ വിളിച്ചു പറഞ്ഞു. നീ പോകുന്നില്ല. ആ നഗരം അത്ര നല്ലതല്ല. എന്നിട്ടാണോ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പോയി ജീവിക്കുന്നത്? അവിടെ എനിക്ക് എന്ത് കുഴപ്പം വരാനാ? കുറച്ചു നാളുകൾക്കുള്ളില് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരില്ലേ? വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. കൃഷ്ണ, ഞാൻ സമ്മതിക്കില്ല. അങ്ങോട്ടൊരു യാത്ര ഇനി വേണ്ട. ആ കൃഷ്ണ വരൂ. പിന്നെ കൃഷ്ണയുടെ തീരുമാനം നന്നായി. സിത്താര മാം ഹാപ്പിയാ. മാമിന് ഒരാളോട് സന്തോഷം തോന്നിയാലേ പിന്നെ അയാളുടെ എല്ലാ കാര്യങ്ങളും മാം നോക്കിക്കോളും. വരൂ, നമുക്ക് ഗാഥാ മാഡത്തെ കാണാം. ആ പിന്നെ ഗാഥാ മാഡത്തെ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം, ഗാഥാ മാഡത്തോട് നല്ല വിനയത്തോടെ വേണം പെരുമാറാൻ. സിത്താര മാമിനെ പോലെ അത്ര സോഫ്റ്റ് അല്ല ഗാഥാ മാഡം. അതെന്താ? ലാളനയിൽ വളർന്ന കുട്ടിയല്ലേ, അതിന്റേതായ വാശിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ഒന്നും എതിർത്ത് സംസാരിക്കുന്നത് ഗാഥാ മാഡത്തിന് ഇഷ്ടമല്ല. ഗാഥാ മാഡം പറയുന്നത് എന്താണോ അത് അതേപോലെ അനുസരിക്കുക. എനിക്ക് പേടിയാവുന്നു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ. എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി. വരൂ. ആ ബാഗ് ഇവിടെ വെച്ചോളൂ. എന്താ? കൃഷ്ണ, ഇവള് ചേച്ചി, മമ്മി, മമ്മി, ഹേയ്, ഹു ആർ യു? ചോദിച്ചത് കേട്ടില്ലേ? എന്താ മോളെ? മമ്മി, ഹൗസ് ദിസ് പോസിബിൾ? എവിടെ കിടക്കുന്ന ഒരുത്തിക്ക് എന്റെ അതേ രൂപം. മമ്മിക്ക് ഇവിടെ കണ്ടപ്പോ തന്നെ അങ്ങ് കൊല്ലാൻ പാടില്ലായിരുന്നോ? ഗാഥാമാട ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇവിടുന്ന് ആരും ഒന്നും അങ്ങോട്ട് പോയില്ലല്ലോ. ഒന്നുമില്ലേലും നമ്മുടെ നവീൻ സാറിന്റെ വധുവാകേണ്ട ആളല്ലേ. പോകേണ്ടത് നമ്മുടെ മര്യാദയല്ലേ? പിന്നല്ലാതെ നിശ്ചയമായും പോയി കാണണം. നമ്മുടെ കുടുംബത്തിന്റെ സംസ്കാരം നമ്മൾ കാണിക്കണ്ടേ? എന്തോന്ന്? പോകേണ്ട ഒരു കാര്യമില്ല. അഹങ്കാരം കാണിച്ച് വണ്ടി എവിടെയോ കൊണ്ടുപോയി ഇടിച്ചു. അതും പോട്ടെ, നമ്മളെ ഒന്ന് വിവരം അറിയിക്കേണ്ട മര്യാദയെങ്കിലും കാണിച്ചു അവര്. അല്ല നിർമ്മലേ, ഒരാപത്ത് വരുമ്പോഴും അവര് തന്നെ അറിയിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഏതെങ്കിലും ഒരു വഴിക്ക് നമ്മൾ അറിഞ്ഞാലും നമുക്ക് ഓടിച്ചെല്ലാവല്ലോ.
ഇനിയിപ്പോ എല്ലാവരും കൂടി ഒരു യാത്ര വേണ്ട. ഇപ്പൊ ഫോണിലല്ലേ എല്ലാ കാര്യങ്ങളും, വിളിച്ചു ചോദിച്ചാ മതി. എന്റെ അഭിപ്രായം ഇത് തന്നെയാണ്. മാത്രമല്ല, വിവാഹത്തിന്റെ തീരുമാനത്തിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. ഇനി എന്താച്ച തീരുമാനിക്കാനുള്ളത്? താലി കെട്ടുന്നൊരു ചടങ്ങ് നടന്നില്ലാന്നേ ഉള്ളൂ. ഗാഥ എന്റെ മനസ്സിലെന്റെ ഭാര്യ തന്നെ. അങ്ങനങ്ങ് പറയല്ലേ നവീനെ. മണ്ഡപത്തില് താലി കെട്ടാൻ നിൽക്കുന്നിടത്തുനിന്ന് പിണങ്ങി പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉദേട്ടാ, നമ്മുടെ തോട്ടിൻകരയിലെ നാരായണേട്ടന്റെ മോളുടെ കല്യാണത്തിന് കൃത്യ മുഹൂർത്തത്തിന് വരന്റെ കയ്യില് താലി എടുത്തു കൊടുത്തതല്ലേ? എന്നിട്ടെന്താ സംഭവിച്ചേ? ഇടത്തേ നെഞ്ചും പൊത്തിപ്പിടിച്ച് പയ്യൻ ഒറ്റ വീഴ്ചയാ. ആ, ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് പയ്യൻ മരിച്ചു. ഒന്ന് നിർത്തുന്നുണ്ടോ നിർമ്മലെ? ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണോ ഇതുപോലത്തെ വർത്താനം പറയുന്നത്? പോയി പോയി എവിടെയാ എന്താ പറയണെന്ന് അവൾക്ക് നിശ്ചയമില്ലാണ്ടായി. ഈ പറഞ്ഞ പോലെ നവീന്റെ വിവാഹം മുടക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടോ? കണ്ട കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. ഇഷ്ടപ്പെട്ടില്ല. അമ്മായി, അമ്മായിയുടെ മനസ്സിലെ നന്മയെ ഇവിടെ എല്ലാവർക്കും അറിയാം. കൂടുതൽ അത് പ്രദർശിപ്പിക്കാൻ നോക്കുമ്പോ അമ്മായി തന്നെ നാണം കെടുന്നത്. ഓ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. ചില തല്ലുകൊള്ളികളെ തല്ലുകൊണ്ടുകൊണ്ടേയിരിക്കും. എത്ര കിട്ടിയാലും പഠിക്കത്തില്ല.